ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റിച്ച് ആയിട്ടുള്ള ഏതൊരാളും ഒറ്റ ദിവസം കൊണ്ട് റിച്ച് ആയിട്ടുള്ളവരല്ല. അവർ പല സ്റ്റേജിലൂടെ കടന്നുപോയി അവർ സ്ലോലി അവരുടെ കയ്യിൽ ഇൻകം ഡെവലപ്പ് ചെയ്ത് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അവർ റിച്ച് ആയിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെ ആയിട്ടുള്ളവരുടെ സ്റ്റേജസ് ഞാൻ ഓരോ സ്റ്റേജിലും എങ്ങനെ എന്തൊക്കെ സ്കിൽസ് നമ്മൾ ബേസിക്കലി ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിപ്പോ ഏതൊരു കോഡീഷൻ എടുത്തു നോക്കിയാലും ഒരു നാള് അവര് ചിലപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, കുറച്ചാളുമ്പോൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയവരായിരിക്കാം, പിന്നെ അതൊരു എന്റർപ്രണറായി പിന്നെ അവരൊരു ലിസ്റ്റഡ് കമ്പനിയായി മാറിയതായിരിക്കാം. അപ്പൊ ഞാനൊരു 11 സ്റ്റേജ് ആയിട്ടാണ് കംപ്ലീറ്റ് സ്റ്റേജസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഞാൻ ആദ്യം 11 സ്റ്റേജുകൾ പറയാം, പിന്നെ ഓരോ സ്റ്റേജിലും എന്തൊക്കെ സ്കിൽസ് ബേസിക്കലി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് പറയാം. അപ്പൊ ആദ്യത്തെ സ്റ്റേജാണ് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ, പിന്നെ അതാണ് ബഡ്ജറ്റ്, പിന്നെയുള്ളത് സേവിങ്സ്, പിന്നെയുള്ളത് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻഷുറൻസ്, ടാക്സ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, ബിസിനസ് ഇൻകം, ഫൈനാൻഷ്യൽ കൺട്രോൾ, കമ്പനി രജിസ്ട്രേഷൻ ആൻഡ് ലീഗൽ എൻറ്റിറ്റി, ദെൻ സ്റ്റോക്ക് ഇഷ്യൂ. അപ്പൊ ഇത്രയും സ്റ്റേജിൽ നമുക്ക് ബേസിക് കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്കൊരു കോടീശ്വരൻ ആവുക, പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്യാഷ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമുക്ക ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ഈ ക്യാഷ് സ്റ്റേജിൽ അല്ലെങ്കിൽ സേവിംഗ് സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരായിരിക്കും. ക്യാഷ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഡെയിലി വേജസ് ആവാം, അല്ലെങ്കിൽ കമ്മീഷൻ ബേസുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ മന്ത്ലി സാലറി കിട്ടുന്നവരാവാം. ഈ ഇൻകം നമ്മുടെ എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലാക്കി നിർത്തുക, എന്നാൽ മാത്രമേ നമുക്കൊരു അവിടെ നിന്നൊരു പടിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഇൻകം നമ്മുടെ എക്സ്പെൻഡിച്ചറിനും കുറവാണെങ്കിൽ നമ്മളത് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് ബേസിക്കലി നമുക്ക് വേണമെങ്കിൽ വേറൊരു സെക്കൻഡറി ഇൻകം കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് ക്യാഷ് സ്കിൽ എന്ന് പറയുന്നത്. അതായത് ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോയെക്കാളും കൂട്ടി നിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റേജാണ് ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഈ പുതിയതായിട്ട് ഏൺ ചെയ്യുന്ന പുതിയ ന്യൂബി ഏണേഴ്സിനൊക്കെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ മാസാവസാനം ആകുമ്പോഴത്തേക്കും അവരുടെ കയ്യിലെ കാശെല്ലാം തീർന്നു പോവാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു മാസം തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ ആ മാസം വരാൻ പോകുന്ന എക്സ്പെൻഡിച്ചർ എന്തൊക്കെയാണെന്നും, എന്തൊക്കെ ഇനി കൂടുതൽ എക്സ്പെൻഡിച്ചർ വരാം, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എത്ര, വേരിയബിൾ എക്സ്പെൻഡിച്ചർ എത്ര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി അതിനുവേണ്ടി തന്നെ ഒരുപാട് ഓൺലൈനിൽ ഇഷ്ടംപോലെ ആപ്സും സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. അല്ലെ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ബഡ്ജറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുവാണ് സേവിങ്സ്. സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിന്റെ ഒരു 20 to 30% എങ്കിലും മന്ത്ലി നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. സേവിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FD ആവാം, അല്ലെങ്കിൽ RD ആവാം, അങ്ങനെയുള്ള ഏതെങ്കിലും നല്ല സേവിങ്സ് ഫിക്സഡ് റിട്ടേൺസ് തരുന്ന സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഇതിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവിങ്സിന് ഇപ്പൊ നാട്ടിലെ ഇൻഫ്ലേഷൻ റേറ്റ് സേവിങ്സിന് കിട്ടുന്ന FD കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സേവ് ചെയ്താലും അടുത്ത കൊല്ലം കിട്ടുന്ന റിട്ടേൺസും ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അന്നേരത്തെ ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് ഇപ്പൊ 100 രൂപ വിലയുള്ള സാധനം നമ്മൾ 100 രൂപ സേവ് ചെയ്യാൻ ഇട്ടു, അടുത്ത കൊല്ലം ചിലപ്പോൾ സാധനം 110 രൂപയായിരിക്കും, നോക്കിയപ്പോൾ 107 രൂപയായിരിക്കും ചിലപ്പോൾ നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. അതുകൊണ്ട് സേവിങ്സ് കൊണ്ട് നമുക്കൊരു വലിയ രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല, പക്ഷേ നമുക്ക് നമ്മുടെ എമർജൻസി ഫണ്ടൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കയ്യിൽ അസറ്റായിട്ട് നമ്മുടെ കയ്യിലൂടെ ഇരുന്നോളും. അടുത്താണ് ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പറഞ്ഞു സേവിങ്സിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു, പക്ഷെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും ഡിബഞ്ചേഴ്സ് എന്താണെന്നും ഇക്വിറ്റി എന്താണെന്നൊക്കെ പഠിച്ച് അതിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ലോങ് ടൈമിൽ കിട്ടും. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം സേവിങ് സ്റ്റേജ് വരെയും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാം. അതിന് മുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് മുതലാണ് പുതിയതായിട്ട് വന്നവർക്കൊന്നും വലിയ ഐഡിയ ഇല്ലാതെ. ആ സ്റ്റേജിൽ ക്ലിയർ ആയിട്ടുള്ള ഒരുപാട് നല്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഗൂഗിളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ആ സ്റ്റേജിൽ ഓരോന്നായിട്ട് ഇങ്ങനെ പഠിച്ച് ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്രയും വേഗം തന്നെ ഇറങ്ങുവാണ് നല്ലത്. കാരണം ലോങ് ടൈമിലേക്ക് റിട്ടേൺസ് കൂടുതൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അടുത്ത സ്റ്റേജാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എപ്പോഴാണെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ സേവ് ചെയ്ത് വെച്ചെല്ലാം ഒറ്റയടിക്ക് നമ്മുടെ ഇന്ന് സ്പെൻഡ് ആയി പോകും. അതായത് നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഹോസ്പിറ്റൽ എക്സ്പെൻഡിച്ചറും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ പ്ലാനിൽ നിന്ന് കവറും. നമ്മൾ ചെറിയൊരു പ്രീമിയം ആയിരിക്കും അടയ്ക്കണേ, 5000 അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് പ്രീമിയം അടയ്ക്കണേ. നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ വരുന്ന 1 ലക്ഷം 2 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും ചിലപ്പോൾ ആ പ്രീമിയത്തിൽ കവറായി പോകുന്നത്. അപ്പോൾ ഇൻഷുറൻസ് പ്ലാനുകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, നല്ലൊരു ഇൻഷുറൻസ് പ്ലാൻ എടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഫൈനാൻഷ്യൽ ഗ്രോത്തിന്റെ സ്റ്റേജ്. അടുത്ത സ്റ്റേജാണ് ടാക്സും ടാക്സ് സേവിംഗ് മെത്തേഡ്സും. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് എത്ര രൂപയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട വരിക എന്നുള്ളതും എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാം, ടാക്സ് സേവിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതും.
കാരണം ഈ ടാക്സ് സേവിങ് ചെയ്തെടുക്കുന്ന എമൗണ്ട് നമ്മൾ വേറെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിട്ടേൺസ് ആയിട്ട് വരും. അല്ലാത്ത സമയം ഈ ടാക്സ് കൊടുക്കുന്ന പൈസ ഗവൺമെന്റിന് കൊടുത്തു പോവാണ്, പിന്നെ നമ്മുടെ കയ്യിൽ ആ പൈസ ഇല്ല. ഈവൻ മോസ്റ്റ് ഓഫ് ദി എംപ്ലോയീസിന്റെ TDS കട്ടിയതാണ് ടാക്സ് വരുന്നത്. അപ്പൊ നമുക്ക് കമ്പനി പറയുമ്പോൾ ഇത്ര രൂപ ശമ്പളം തരുമെന്ന് പറയും, പക്ഷെ അതിന് ആദ്യമേ ടാക്സ് കട്ടിയതാണ് പോവാണ്. അപ്പൊ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക, ടാക്സ് എങ്ങനെ സേവ് ചെയ്യാന്ന് പഠിക്കുക, നമ്മൾ ഏത് ടാക്സ് ആണ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടതെന്ന് പഠിക്കുക, കൃത്യമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിക്കുകയാണ് ഈ സ്റ്റേജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടാക്സ് പെയർ ലെവലിലേക്ക് നമ്മുടെ ഫൈനാൻസും കാര്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ലെവലാണ്. ഇനി അടുത്താണ് നമ്മൾ അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളത്. ഈ മോസ്റ്റ്ലി അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അസറ്റ് എന്താണെന്നും ലയബിലിറ്റി എന്താണെന്നും വലിയ ഐഡിയ ഉണ്ടാവത്തില്ല. നമ്മൾ അസറ്റാന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും അത് ശരിക്കും നമുക്ക് ലയബിലിറ്റി ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിപ്പോ ഒരു ഹൗസ് പ്രോപ്പർട്ടി അസറ്റാണോ ലയബിലിറ്റി ആണെന്നുള്ള പണ്ടുതൊട്ടുള്ള വലിയൊരു ചർച്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റെന്റ് കൊടുത്താണ് താമസിക്കണമെങ്കിൽ ഹൗസ് ഉണ്ടെങ്കിൽ അതൊരു അസറ്റായിട്ട് തന്നെ കരുതാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു വീടുണ്ട്, വേറൊരു വീട് ചുമ്മാ പണിതിട്ടേക്കുവാണെങ്കിൽ അത് എപ്പോഴും ലയബിലിറ്റി തന്നെയാണ്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഷ്ടണം. ഇപ്പോൾ ഒരു കാർ മേടിക്കുന്നത് അതൊരു ലയബിലിറ്റിയാണ്. കാരണം നമ്മൾ വീട്ടിൽ വെറുതെ ഇട്ടാലും ആ കാറിന് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത പോയിന്റാണ് ബിസിനസ് ഇൻകം എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ലെവലിൽ വർക്ക് ചെയ്യാറായി, നമുക്കൊരു അസറ്റും കുറച്ച് അസറ്റൊക്കെ ആയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പാസീവായിട്ട് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ബിസിനസ് ഇൻകം, അതായത് പാസീവായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ബിസിനസ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് ഫൈനാൻഷ്യൽ കൺട്രോൾ എന്ന സ്റ്റേജ്. അതായത് കുറെ ഫൈനാൻഷ്യൽ ടൈംസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്ന ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ചുമ്മാ ഓടി പിടിച്ച് നമ്മുടെ കയ്യിൽ കാശ് വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയുള്ള ഫൈനാൻഷ്യൽ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ഓഡിറ്റിംഗ് എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ബിസിനസ് ഗ്രോ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേജാണ് കമ്പനി രജിസ്ട്രേഷൻ ആൻഡ് ലീഗൽ എൻറ്റിറ്റി. കമ്പനിനെ ഒരു കമ്പനി ആക്കി തന്നെ വെക്കുകയാണ് നല്ലത്. നമ്മുടെ ബിസിനസ്സിനെ, അതായത് നമ്മൾ ഓടി നടക്കുന്ന ബിസിനസ്സിനെ ബിസിനസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല, അതൊരു സെൽഫ് ഏൺഡ് ജോബ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതിനൊരു പ്രൊപ്പറേറ്റർ കമ്പനി ആയിട്ട് മാറ്റി വെച്ച് ആ കമ്പനിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം നമുക്ക് തരുന്നത് ഇൻകം രണ്ടാക്കി വെക്കുക. അപ്പൊ നമുക്ക് പാസീവായിട്ടുള്ള ഇൻകങ്ങൾ വരെ ഉണ്ടാവും, നമ്മുടെ പേഴ്സണൽ ഇൻകംസ് വരെ ഉണ്ടാവും, കമ്പനി ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, അങ്ങനെ രണ്ട് രീതിയിലാക്കി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അങ്ങനെ ഒരു കമ്പനി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കമ്പനി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മളെങ്ങനെ നമ്മുടെ കമ്പനീനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുവാണ്. അപ്പോൾ കൂടുതൽ ബയേഴ്സ് വന്നിട്ട് നമ്മുടെ സ്റ്റോക്കിന്റെ വില കൂടും. അപ്പോൾ നമ്മളായിരിക്കും ആ സ്റ്റോക്കിന്റെ ഏറ്റവും കൂടുതൽ ഹോൾഡേഴ്സ്. അപ്പോൾ സ്റ്റോക്കിന്റെ വില കൂടുമ്പോൾ നമ്മുടെ അസറ്റാണ് അവിടെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റൂൾസ്, റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓരോ സ്റ്റേജിൽ പഠിച്ചു പോകുന്നതിനൊപ്പം നമ്മുടെ ബിസിനസ്സും നമ്മുടെ കാര്യങ്ങളും ഇൻകം എല്ലാം അതിൻ്റെ ഒപ്പം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗ്രോ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കാലത്തെങ്കിലും നമുക്കൊരു നല്ലൊരു റിച്ച് ആയിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്താവുന്നതാണ്. ചുമ്മാ ഗൂഗിളിലിട്ടാൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടും നമുക്ക് എന്തൊക്കെ പഠിക്കാന്നുള്ളത്. ടാക്സ് ഒക്കെ പഠിക്കാൻ വളരെ ഈസിയാണ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. ഫൈൻ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക്സ്. ബൈ, സീ യു.